ഹലോ മൈ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ യാത്ര കന്യാകുമാരിയിലാണ്. യാത്രക്കിടയിൽ എന്തെങ്കിലും തിന്നാനായിട്ട് കുറച്ച് ചിപ്സും മിച്ചറും വാങ്ങി നമ്മൾ നേരെ കളിയിക്കാവുള്ള ബസ്സിൽ കളിയിക്കാവുള്ള ബസ് സ്റ്റോപ്പിൽ നമ്മൾ നാഗർകോവിൽ പോയി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ കന്യാകുമാരി പോയിട്ട് വരാം, അതാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് കഴിച്ച് നേരെ നമ്മൾ കന്യാകുമാരി ബസ്സിൽ കയറി. കന്യാകുമാരി ഇറങ്ങിയാൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു ആർച്ചാണ്. അവിടെ നിന്ന് പിന്നെ കുറച്ച് ദൂരെ നടക്കാനുള്ളൂ. അങ്ങനെ നമ്മളിതാ ടിക്കറ്റ് കൗണ്ടർ കണ്ടിരിക്കുകയാണ്. ക്യൂ നിൽക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്പെഷ്യൽ ടിക്കറ്റ് 300, ക്യൂവിൽ നിൽക്കുന്നവർക്ക് 100 ടിക്കറ്റ് ചാർജ് വരുന്നത്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോൾ കാഴ്ച ഏകദേശം ഒരു 10 മിനിറ്റ് അടുപ്പിച്ച് നമ്മൾ അവിടെ ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. ഒരു 5 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആദ്യം കാണുന്നത് വിവേകാനന്ദ പാറയാണ്. ഇവിടുത്തെ എൻട്രി ഫീ വന്നിട്ട് 30 രൂപയാണ്. അങ്ങനെ ഞാൻ ചെരുപ്പല്ല അയച്ച അതിന്റെ അകത്ത് കയറിയ ഉടനെ ഞാൻ ആദ്യം കണ്ടത് വിവേകാനന്ദന്റെ സ്മാരകമാണ്. അതിനുശേഷം നമ്മൾ വെളിയിലിറങ്ങി കുറച്ചു നേരം കാറ്റും കടലും ഒക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കുക. അതിനുശേഷം അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജിലോട്ടായിരുന്നു യാത്ര. മുത്തേ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ട് എല്ലാവരും ഇതിൽ കൂടെ ഒന്ന് കയറി നോക്കണം. പൊളി പോയി. ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ എത്തുന്നത് തിരുവള്ളൂർ പ്രതിമയുടെ താഴെയാണ്. അതിന് ഒരു 5-6 റൗണ്ട് സ്റ്റെയർ ഉണ്ട്. എന്നിട്ട് വേണം നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ അടിപൊളിയായി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ ഇറങ്ങി ബോട്ടിൽ കയറി. ബോട്ടിൽ സൈഡ് സീറ്റിലായിരുന്നു ഞാൻ. അവിടെ വെച്ച് ഞാൻ ഒരു എപ്പിക് സാധനം കണ്ടു. നമ്മളെ തിരുവള്ളൂർ പ്രതിമയെ നോക്കി സൂര്യ നിൽക്കുന്നു. വീഡിയോയിലൂടെ കാണുന്നത് നിങ്ങൾക്ക് ഇത് എത്രമാത്രം ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിത് ഒരുപാട് ഫീൽ. അത് കഴിഞ്ഞ് ബോട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ അവിടുത്തെ തെരുവുകളിലൂടെ നടക്കുകയാണ്. ഗൈസ്, പിന്നെ ഇവിടുത്തെ സാധനങ്ങൾക്കെല്ലാം വളരെ വില കുറവാണ്. ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട കച്ചവട സ്ഥലങ്ങളിൽ മിക്കവാറും സാധനങ്ങളുടെ വില കുത്തനെ മുകളിലായിരിക്കും. എന്നാൽ നമ്മുടെ കന്യാകുമാരിയിൽ വന്നാൽ നിങ്ങൾക്ക് ചീപ്പായിട്ട് തന്നെ സാധനങ്ങൾ. അങ്ങനെ നടന്ന് അലന്ന് നടക്കുകയായിരുന്നു ഞാൻ ആ തെരുവുകളിൽ. ബീച്ചിനടുത്ത് എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി എന്റെ 2 സുഹൃത്തുക്കളായ അലിഫിനെയും ബിലാലിനെയും കാണാനിടയായി. അലിഫേ, എന്താ നിങ്ങളെന്താ ഇവിടെ? അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഞാൻ അവരെ കണ്ടുമുട്ടിയത്. അവർക്ക് യാത്രയും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് വീണ്ടും ആ തെരുവുകളിലൂടെ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു ഞാൻ. കുറച്ചു കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ വടശ്ശേരി ബസ്സിൽ കയറി. വടശ്ശേരിയിൽ നിന്നും ട്രിവാൻഡ്രം ബസ്സും കയറി. ഇവിടെ വന്നത് തൊട്ട് പോയതുവരെയുള്ള എല്ലാ ലിസ്റ്റും ഞാൻ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി, എന്നാൽ ഓക്കെ, ബൈ.